അവിടെ കിടന്നോട്ടോ, പോരാവേ. അവിടെ കിടന്നോട്ടോ. ഒന്ന് കഴുകി വെക്കാൻ പറ്റുമോ അമ്മ വരുമ്പോഴത്തേക്കും? ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാൻ പറ്റുമോ? നിന്റെ പാത്രം തന്നെയാണ്. കഴുകി വെക്കാൻ പറ്റുമോ? നിനക്ക് പറ്റുമോ? ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ പാത്രം ഒന്ന് കഴുകി വെക്കാൻ പറ്റുമോ എന്ന്? പറ്റുമോ? ഇന്ന് നീര് വെച്ചല്ലോ, പണിയെടുക്ക്. പാത്രമൊക്കെ കഴുകി വെക്കട്ടോ. ഓ ഐസി. എന്നാ പോവാ, വണ്ടി വടക്കോട്ട് വിടും. ഇവിടെ അടുത്തൊരു പ്ലാസ്റ്റിക് കടയുണ്ട്, സെഞ്ചുറി എന്ന് പറഞ്ഞിട്ട്. അവിടെ പോവാണ് കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കമ്മലും മാലയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോക്സുകളായിട്ടുള്ള ഡിഷുകൾ കിട്ടും. അടിപൊളിയാണ്. അതിനകത്താകുമ്പോൾ നമുക്ക് എല്ലാം ഒരു ഓർഡറിൽ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ തെരഞ്ഞെറിഞ്ഞ് ഭ്രാന്ത് പിടിക്കും, എല്ലാം കൂടി കൂടിക്കൊള്ളു. ഇതങ്ങനെയല്ല, കമ്മലും മാലയൊക്കെ സെപ്പറേറ്റ്. നമുക്ക് ജോഡിയായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ഇട്ട് വെക്കാം, അല്ല സെപ്പറേറ്റ് സ്റ്റഡ് തന്നെയാണെങ്കിൽ അങ്ങനെ ഇട്ട് വെക്കാം. അങ്ങനെ ഞാൻ തിരിച്ച് മേടിച്ചുകൊണ്ട് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനത് അയച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ അങ്ങാടി 60 കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് കടയാണ് കേട്ടോ. എല്ലാം കിട്ടും. അപ്പോൾ അവിടെ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള നല്ല ലാഭമുണ്ട് കേട്ടോ. അവിടെ പറയാതിരിക്കാൻ വയ്യ. വലിയ ലോറികൾ വന്നിട്ട് ഇങ്ങനെ സാധനങ്ങൾ നിറച്ച് കയറ്റിയിട്ട് പോവാ. അങ്ങനെ എനിക്കോട് വയനാട്ടിലെ എല്ലാ ഷോപ്പിലും ഇവിടുന്ന് എടുക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ പുറമേ നിന്നും എന്നിട്ട് അവർ ലാഭത്തിൽ വിൽക്കാമല്ലോ. ഇത് ഇവിടെ കുറച്ച് ലാഭമുണ്ട്. അങ്ങനെ ഭയങ്കര പെരുലാഭമൊന്നുമല്ല, എന്നാലും കുറച്ച് ലാഭമുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ എന്നിട്ട് ഹോൾസെയിലാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ. പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ബാക്കി എല്ലാം കിട്ടും കേട്ടോ. അവിടെ ഇരുമ്പിൻ്റെയും എല്ലാം കിട്ടും. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനം കിട്ടും. അങ്ങനെ അപ്പോൾ അവിടെ പോകണേ. നമ്മുടെയൊക്കെ വീട്ടിലേക്ക് എല്ലാ സാധനവും അവിടുന്ന് മേടിക്കണം കേട്ടോ. ഞങ്ങൾ ഒരു 2 ആഴ്ച കൊണ്ട് പ്രാവശ്യം അവിടെ പോകും. എന്തിനെങ്കിലുമൊക്കെ ടിഷ്യൂ ബോക്സിനൊക്കെ ഭയങ്കര ലാഭം. നമ്മൾ പുറമേ നിന്ന് 60 രൂപ 70 രൂപ കൊടുത്ത് മേടിക്കുന്ന ടിഷ്യൂ ബോക്സൊക്കെ ഇവിടെ 28 രൂപയ്ക്കൊക്കെ കിട്ടും. ടിഷ്യൂ ബോക്സൊക്കെ നമുക്ക് ഒത്തിരി വേണമല്ലോ ഓരോരോ ആവശ്യങ്ങൾക്ക്. അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാ സാധനം കിട്ടും. അപ്പോൾ അവിടെ പോകണേ. അപ്പം പറഞ്ഞു വന്നത്, ഇപ്പം ഇവിടെ അസ്ഥി തിളയ്ക്കണ തണുപ്പാണ് വയനാട്ടിൽ. പക്ഷേ ഞാൻ കണ്ടോ എൻ്റെ മുഖം ചുണ്ടും ഒക്കെ പൊട്ടാതിരിക്കുന്നത് നമ്മുടെ തന്നെ ബോഡി മോയ്സ്ചറുണ്ട്, വിവാക്സിൻ്റെ നാച്ചുറൽ വിവാക്സും കോക്കനട്ട് ഓയിലും ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിനൊക്കെ ചേർന്ന അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മുടെ. അതുപോലെ ലിബാം, നാച്ചുറൽ ലിബാമാണ്. വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കെമിക്കൽ ഫ്രീ ആയിട്ട് നിങ്ങളൊരു സാധനം അന്വേഷിച്ച് നടക്കുവാണെങ്കിൽ ടെൻഷൻ ഇല്ലാതെ യൂസ് ചെയ്യാമല്ലോ. കെമിക്കൽ ഫ്രീ ആകുമ്പോൾ നമുക്ക് നാളെ ഒരു അസുഖം വരുമോ, അല്ലെങ്കിൽ പ്രശ്നം വരുമോ, അലർജി വരുമോ നമുക്ക് പേടിക്കണ്ട എന്ന് നിങ്ങൾ അന്വേഷിച്ച് നടക്കുവാണെങ്കിൽ, സേഫായിട്ട് യൂസ് ചെയ്യാൻ അന്വേഷിച്ച് നടക്കുവാണെങ്കിൽ ഈ ഒരു നമ്പറിൽ എനിക്ക് മെസ്സേജ് വിട്ടോളൂ. നമ്മുടെ ബോഡി മോയ്സ്ചറുണ്ട്. അത് ഞാൻ മുഖത്തും വരുത്തേക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് ബോഡി മോയ്സ്ചറാണ്. പക്ഷേ ഞാനത് രാത്രി കിടക്കുമ്പോൾ കണ്ണിന് താഴെ മുഖത്തും നെറ്റിയിലും ഒക്കെ തേച്ചിട്ട് കിടക്കും. അപ്പോൾ ഈ ചുളി തണുപ്പായി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും, ചൂടായാലും പ്രശ്നം, ഓവർ ചൂടായാലും നമ്മൾ മുരിയാൻ തുടങ്ങും. പിന്നെ ഇങ്ങനെ ഒരുമാതിരി അലർജി പോലെ ഇങ്ങനെ വലിച്ചിരി കാരണം പൊട്ടും. അങ്ങനെയാണ്. അതുപോലെ തണുപ്പായാലും സെയിം പ്രോബ്ലം വരും അല്ലേ. അങ്ങനെയാണ്. ഇപ്പോൾ വയനാട് എന്ന് വെച്ചാൽ ഏറ്റവും പീക്ക് ആയിട്ടുള്ള സമയമാണ് കോൾഡ്. ജാനുവരി മാസം, ഫെബ്രുവരി 15 വരെ ഇനി ഒരു രക്ഷയില്ല. ഡിസംബറിനേക്കാൾ തണുപ്പാണ് ജാനുവരിയിലൂടെ. അപ്പം അസ്ഥി ഒരുക്കുന്ന തണുപ്പാണ്. അപ്പം എന്നാലും നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്ന ഈവൻ കയ്യും കാലും ഒക്കെ കണ്ടോ ഇതുപോലെ മുരിയാതെ നമുക്ക് പിന്നെ മര്യാദയ്ക്ക് നമ്മുടെ വിരലിരിക്കണമെങ്കിൽ ഈ ഒരു ബോഡി മോയ്സ്ചർ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. ബോഡി ഫുൾ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണ്. ഇപ്പം 90-99 വയസ്സായ അമ്മൂമ്മ പോലെ ചുക്കി ചുളിഞ്ഞിരിക്കുന്ന ആ പ്രായത്തിൽ നമുക്ക് അങ്ങനെ വന്നാൽ നമുക്ക് വിഷമമില്ല. നമുക്ക് ഏജായി. പക്ഷെ നമുക്ക് ചെറിയൊരു ഏജിൽ തന്നെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് ആ ഒരു അമ്മൂമ്മ പോലെ ഇരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഒത്തു പോകും. മറ്റുള്ളവർ ചിലപ്പോൾ അവർ നമ്മുടെ ബോഡിയിലേക്ക് അങ്ങോട്ടോ കൈയും കാലോ ഒന്നും ആയിരിക്കും നോക്കുന്നത്. എന്നാലും നമുക്കൊരു വിഷമമായിരിക്കും, അയ്യോ എൻ്റെ ബോഡിയൊക്കെ ചുക്കി ചുളിഞ്ഞിരിക്കുകയാണല്ലോ എന്ന്. അപ്പം അങ്ങനത്തെ വിഷമങ്ങളൊന്നും വേണ്ട. അല്ലെങ്കിലും ഈ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇടാതെ തന്നെ, അല്ലെങ്കിൽ എല്ലാം മേക്കപ്പ് ഇട്ട് മറയ്ക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇപ്പം പോരാൻ പറ്റുമെങ്കിൽ അതിലേറ്റവും നല്ലത്. ഇപ്പം ഞാൻ ആകെ നമ്മുടെ സൺസ്ക്രീൻ ജെല്ല് മാത്രമേ തേച്ചിട്ടുള്ളൂ. പിന്നെ ഇച്ചിരി റോസ് പൗഡർ കിട്ടും, അല്ലാതെ ഒന്നും തേച്ചിട്ടില്ല. അങ്ങനെ അപ്പം ഒത്തിരി ചുളിവും ഒത്തിരി ഇതും എല്ലാം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം വാരി പൊത്തി ഇത് മറയ്ക്കാതെ പോരാൻ പറ്റുമോ? പറ്റൂല. അപ്പം എവിടെയെങ്കിലും ഇറങ്ങി പോകുമ്പോൾ സിമ്പിളായിട്ട് പോകാൻ പറ്റിയത് ഏറ്റവും നല്ലത്. അങ്ങനെ അപ്പോൾ നമ്മൾ തന്നെ ഒരു ലിബാമും എടുത്തിടും. ലിപ്സ്റ്റിക്കും ഉണ്ട്, ലിബാമും ഉണ്ട് കേട്ടോ. ലിബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക്കും കൂടി ഇടും. അപ്പോൾ അത് നാച്ചുറലായിട്ട് ഇരിക്കുകയും ചെയ്യും. ഭയങ്കര ആർഭാടമായിട്ട് തോന്നത്തില്ല. എന്നാൽ നമ്മൾ സേഫായിട്ട് നമുക്ക് എല്ലായിടത്തോളം നടക്കുകയും ചെയ്യാം. പ്ലസ് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നും. നമ്മൾ ഈ ബോഡി മോയ്സ്ചറൊക്കെ സേഫായിട്ടുള്ള ബോഡി മോയ്സ്ചർ, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആപത്തൊന്നും വരത്തില്ല, അലർജി ഒന്നും വരത്തില്ല. പ്ലസ് നമുക്ക് ഓക്കെ ആണത്. കുറേ നാൾ യൂസ് ചെയ്യാനുണ്ട് ആ രീതിക്ക്. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടും. നമ്മുടെ ബോഡി മോയ്സ്ചറിനെ കുറിച്ച് അത്രയും നല്ല അഭിപ്രായമാണ്. എല്ലാവരും മേടിക്കുന്നവരെല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. അങ്ങനെ അപ്പം ഞാൻ ഒരു ബാച്ച് 100 എണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അത്
ചൂടപ്പം പോലെ തീരും, അടുത്തത് പിന്നെ ഉണ്ടാക്കും. അങ്ങനെ അങ്ങനെ ലിബാമ ലിപ്സ്റ്റിക്കും ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേക ലിമിറ്റ് മാത്രമേ ഉണ്ടാക്കുള്ളൂ, അത് കഴിയുമ്പോൾ അടുത്ത് ഉണ്ടാക്കും. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. ഇനി നമ്മൾ അടുത്ത ബാച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പം അങ്ങനെ നാച്ചുറൽ വി വാക്സ് ആണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഇതുപോലെയുള്ള വി വാക്സ് ശുദ്ധീകരിച്ചെടുത്തിട്ടാണ് അതിൽ ശുദ്ധമായ കോക്കനട്ട് ഓയിൽ, അതായത് നമ്മൾ തന്നെ തേങ്ങ മേടിച്ചിട്ട് തേങ്ങ പിന്നെ കൊപ്രയാക്കി ആ കൊപ്ര നമ്മൾ പിന്നെ കൊണ്ടുപോയി ആട്ടിച്ച്, നമ്മുടെ തന്നെ മില്ലുണ്ട് കേട്ടോ, അനിയത്തി കൊച്ചിന് മില്ലുണ്ട്, അവിടെ കൊണ്ടുപോയി ആട്ടിച്ച് നമ്മൾ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശുദ്ധമായ 100% ശുദ്ധമായ കോക്കനട്ട് ഓയിലും കൂടിയാണ്. പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ ഓക്കെയാണ്, ഈവൻ ഫുഡിൽ പോലും ഉപയോഗിക്കുന്ന സാധനമാണ് വെജിറ്റബിൾ ഗ്ലിസറിൻ. അപ്പം അങ്ങനത്തെ സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ നമ്മൾ സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് നല്ല ജാസ്മിൻ എസെൻഷ്യൽ ഓയിലുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് വളരെ സേഫാണ്, നമ്മൾ കെമിക്കൽ ഫ്രീ ആയിട്ട് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം. എന്നാൽ നമ്മുടെ ചുക്കിച്ചുളുകളും എല്ലാം പോയി നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പം സേഫായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇതാ എനിക്ക് ഈ ഒരു വാട്സപ്പിൽ മെസ്സേജ് കിട്ടും, ഇല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. അത് ഞാൻ ഡ്രീം ചെയ്തു. വന്ന വഴിക്ക് എനിക്ക് സോഡ നാരങ്ങ വെള്ളം മേടിച്ച് തരാൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ അവിടെ നമ്മുടെ വീടിൻ്റെ ഏകദേശം അടുത്തൊക്കെ എത്തി. എന്നാലും വീട്ടിൽ സോഡ ഇരിപ്പില്ല. ഇടയ്ക്ക് ഇവർ സോഡ ഇങ്ങനെ മേടിച്ചു നോക്കും കേട്ടോ. നാരങ്ങ വെള്ളം നമ്മൾ വീട്ടിലുണ്ടാക്കി കുടിക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്ന് ആ കടയിൽ കയറിയിട്ട്, ഈ വഴിയരികിലുള്ള കട അങ്ങനെയുള്ള കടകളിൽ കയറിയിട്ട് നല്ല രസമാണ്. അങ്ങനെ ഇത് നമുക്ക് അതൊരു വൈബാണല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയൊക്കെ കൊയ്ത്തൊക്കെ നടക്കുന്ന സമയമാണ് കേട്ടോ. പാടങ്ങൾ മുഴുവൻ കൊയ്തിട്ടേക്കുക, നല്ല രസമാണ് കാണാൻ കേട്ടോ. അങ്ങനെ അപ്പോൾ അതെല്ലാം കുറച്ച് നേരം വീക്ഷിച്ച് അവിടെ നിന്ന് അതിന് ശേഷം നമ്മൾ നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോരുവാണ്. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പനമ്പും പായും മുറവും നെയ്ത് വെക്കാൻ പറഞ്ഞവർ നമ്മളെ വിളിക്കും. അപ്പോൾ നേരെ അവിടെ പോയിട്ട് നമുക്കതെല്ലാം മേടിച്ചിട്ട് വരണം. എന്നിട്ട് എനിക്ക് ബൾക്കായിട്ട് കുറേ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വടകിൻ്റെ പരിപാടി എത്രയും പെട്ടെന്ന് തുടങ്ങണം. അതുപോലെ തൈര് മുളക് കൊണ്ടാട്ടം, അതിൻ്റെ പരിപാടി എത്രയും പെട്ടെന്ന് തുടങ്ങണം. കുറച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചത് ഓൾറെഡി ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ ബാച്ച് അയക്കാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഔഷധ കാപ്പി, ഔഷധ കാപ്പിയുടെ ക്യൂബ്സ് നമ്മൾ സെയിലുണ്ടായിരുന്നല്ലോ, അതിപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ റെഡിയാക്കിയിട്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് കിട്ടുള്ളൂ കേട്ടോ. അതെൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, അത്യാവശ്യമുള്ളവർക്ക് ഞാൻ തരാം. പിന്നെ ഞാൻ പതിയെ തരാം. ഇനിയിപ്പോൾ മഴയൊക്കെ മാറിയല്ലോ, വെയിലായല്ലോ, അപ്പോൾ നമുക്ക് പതിയെ ഓരോരോ സംഗതികളായിട്ട് ചെയ്യാമെന്ന് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തീർന്നൊക്കെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാം. നമുക്കിവിടെ ജോലിക്കൊന്നും ആരെയും കിട്ടത്തില്ല, അപ്പോൾ നമ്മൾ തന്നെ കിടന്ന് കഷ്ടപ്പെടണം. അങ്ങനെയാണ്. പിന്നെ കൂടെയുള്ളത് പിന്നെ ജോയും അശ്വിനും അല്ലേ. ആണുങ്ങളെ കൊണ്ട് ഒരു പരിധി കൂടുതലൊന്നും നമ്മൾ ലേഡീസ് ചെയ്യും പോലെ ചടുപിടുന്ന ജോലികൾ ചെയ്ത് തീർത്ത് തരത്തില്ല. അപ്പോൾ ഇവരെയൊക്കെ തല്ലിക്കൂട്ടി കൊണ്ടുവന്ന് ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന പേര് നമ്മൾ തന്നെ പെട്ടെന്ന് കുറച്ചാണെങ്കിലും ഉണ്ടാക്കാമെന്ന് ഞാൻ ഓർക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ചാണ് എനിക്ക് നിങ്ങൾക്ക് സെൻഡാക്കാൻ പറ്റുള്ളൂ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഒത്തിരി പ്രൊഡക്റ്റുകൾ, അത് ചെയ്യാവോ ഇത് ചെയ്യാവോ, വയനാടൻ കാപ്പിപ്പൊടി അത് വേണം എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി. അത് ഞാൻ ഓൾറെഡി കാപ്പിക്കുരു ഉണങ്ങാനിട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ട് വേണം പൊടിച്ചിട്ട് അതിൽ കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ സംഗതികളുണ്ട് കൂട്ടുകാരെ, അതെല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ ഞാൻ പറയാം. ഇത് നമ്മുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ, അടിപൊളിയാണ്. അതിൻ്റെ തൈ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയും. ഇപ്പോൾ കണ്ടില്ല ചുമന്ന പൂക്കൾ, അത് അടിപൊളിയാണ്. അതിൻ്റെ തൈലുണ്ട്. ക്രീപ്പർ പ്ലാന്റുകൾ കുറേ എൻ്റെ അടുത്തുണ്ട്. അത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മേടിച്ചു വെച്ചോളൂ. ഞാൻ മുന്നോട്ട് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ ചേച്ചിൻ്റെ അടുത്ത് നിന്ന് ആദ്യമേ മേടിച്ചില്ലല്ലോ, എന്തൊരു ഭംഗിയാണ് ചേച്ചിൻ്റെ മുറ്റത്ത് ഇത് വിരിഞ്ഞ് നിൽക്കുന്നതെന്ന് എന്തായാലും നിങ്ങൾക്ക് തോന്നും. അതുപോലെയാണ് റംഗൂൺ ക്രീപ്പർ. എസ്പെഷ്യലി ഞാൻ നിങ്ങളോട് പറയാം, റംഗൂൺ ക്രീപ്പർ അത്രയും ഭംഗിയാണ്. മണിമുല്ല അത് മേടിച്ചില്ലെങ്കിൽ വൻ നഷ്ടം തന്നെയെന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പണ്ടേ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിസ്സാര പൈസയ്ക്കാണ് നമ്മൾ ചെടികൾ അയക്കുന്ന ഒരു പൈസേൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്നാലും 3-4 ചെടി ഒന്നിച്ച് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമില്ല. ക്രീപ്പർ പ്ലാന്റുകളാണ്, ഒരു 10-20 വർഷത്തേനത് നഷ്ടപ്പെട്ടു പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തൈ നമുക്ക് അതിൽ നിന്ന് തന്നെ മുറിച്ച് നട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അങ്ങനെയാണ്. ഇതൊക്കെ കുറേ വൻ മരം പോലെ ആവുന്ന, ഭയങ്കര വലിയ മരമല്ല, ചെടിച്ചട്ടി നട്ടാൽ അങ്ങനെ ഉണ്ടാവും. ഇല്ല നന്നായിട്ട് നട്ടാൽ വലുതായിട്ടുണ്ടാവും. അതാ സ്നോ വൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ഞാൻ പറഞ്ഞത്. അടിപൊളിയല്ലേ, ശരിക്കും ഒരു ലിപ്സ്റ്റിക്കിൻ്റെ രീതിയിലാണ് ഇതുണ്ടായി വരുമ്പോൾ. അങ്ങനെയാണ്. അപ്പം നല്ല ഭംഗിയുണ്ട്. റെഡും ഉണ്ട് പിങ്കും ഉണ്ട്. എൻ്റെ കയ്യിൽ റെഡാണുള്ള. ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവരും ചോദിച്ചോളൂ, ഞാൻ അയച്ചു തരാം കേട്ടോ. അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ വരൂ, അല്ലെങ്കിൽ ഈ ഒരു വാട്സപ്പിൽ മെസ്സേജ് വിടും. ഇത് കണ്ടോ ലേഡീസ് ഷൂ, എന്ത് രസം. ഇതിൻ്റെ മഞ്ഞയുണ്ട് ചുവപ്പുണ്ട് കേട്ടോ. നമ്മുടെ വീടിനെ ഏറ്റവും മനോഹരമാക്കുന്ന ഇങ്ങനത്തെ കുറച്ച് ക്രീപ്പർ പ്ലാന്റുകളാണ് കൂട്ടുകാരെ. ഒരിക്കൽ നട്ടാൽ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. കുറച്ച് നാൾ നമ്മളൊന്ന് വളർത്തി വളവും ചാണകപ്പൊടിയും പിന്നെ ഈ 19 മേടിക്കാൻ കിട്ടും. അതും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വളർന്ന് കയറുന്നുള്ളൂ. പിന്നെ വല്ലപ്പോഴും നനച്ചു കൊടുക്കാന്നുള്ളൊരു ഉത്തരവാദിത്തമുള്ളൂ. എന്ത് ഭംഗിയായിട്ട് അവരതിൻ്റെ റിസൾട്ട് തരുന്നതെന്നറിയോ. നമ്മുടെ മുറ്റത്തോടെ ഇപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ കല്യാണപ്പന്തലൊക്കെ ഒരുക്കിയ പോലെ അത്രയും ഭംഗിയാണ്. അത്രയും ഒരു നമ്മുടെ മൈൻഡ് റിലാക്സ് ആവും ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ. തണുപ്പും ഉണ്ട് തണലും ഉണ്ട്, കാണാൻ
കാണാനുള്ള ഭംഗിയുണ്ട്. ഇത് മൂന്നും കൂടി ആകുമ്പോൾ ഒരു റിസോർട്ട് ലുക്കും വരും, ഭംഗി വരും. എത്ര ചെറിയ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ ചെടികൾ കൊണ്ടുവരുന്ന ഒരു ഭംഗിയുണ്ട്, ഒരു മനസ്സമാധാനമുണ്ട്. അതുപോലെ പെറ്റ്സും അതിന് വിലയിടാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. ഇത് മരുഭൂമി പോലെ കിടന്ന ഒരു വീടും പരിസരമായിരുന്നു നമ്മളുടെ കേട്ടോ. അത് ഞാനിപ്പോൾ ഈ 2 വർഷം കൊണ്ടാണ് ഇത്രയും പച്ചപ്പാക്കി എടുത്തത് കേട്ടോ. പൂച്ചട്ടികളൊക്കെ മേടിച്ചു. ആക്ച്വലി അധികം പൂച്ചട്ടികളൊന്നും മേടിച്ച് വെക്കണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ശരിയാണ്, ഞാൻ ഒത്തിരി പൂച്ചട്ടികൾ മേടിച്ച് പൈസ കുറേ കളഞ്ഞിട്ടുണ്ട്. അതിലും ഭേദം നമ്മളിങ്ങനത്തെ ക്രീപ്പർ പ്ലാന്റുകളൊക്കെ മേടിച്ച് ഇച്ചിരി വള്ളിയൊക്കെ കൊണ്ടങ്ങ് ഏതെങ്കിലും മരത്തേൽ അല്ലെങ്കിൽ ഉടലേക്ക് കയറ്റി വിടുവാണെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് പന്തലായിട്ട് കിടന്ന് കിട്ടും. പിന്നെ ചെറിയ ചെറിയ ചെടികൾ ഇതുപോലെ കുറച്ച് മണ്ണ് അവിടെ തന്നെ അങ്ങനെ നടുക. ഇത് കണ്ടോ, ഈ ഒരു ബ്ലീഡിങ് ഹാർട്ട് എന്തൊരു ഭംഗിയാന്ന് നോക്ക്. എവിടെ വേണേലും ഇത് ഉണ്ടാകും. അങ്ങനെയാണ്, പൊക്കത്തിലുണ്ടാകും. പൊക്കി വിട്ടാൽ നന്നായിട്ട് വള്ളി പോലെ പടർന്നുണ്ടാകും. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കമ്മലും മാലയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഒരേ കള്ളികളിലാക്കിയിട്ട് ഇട്ട് വെക്കാൻ പറ്റുന്ന ബോക്സുകൾ. ഇനി നമ്മൾ മൊറവും പിന്നെ പനമ്പൊക്കെ മേടിക്കാൻ പോകും. അപ്പോൾ വരുന്നതിന് മുമ്പ് വന്നു കഴിയുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം കുറച്ച് മധുരക്കിഴങ്ങ് എവിടെ കിട്ടിയാലും മേടിച്ചോണം കേട്ടോ. അത്ര വൈറ്റമിനും മിനറൽസും ഉള്ള സാധനമാണ്. അത് പുഴുങ്ങാൻ വെച്ചു. അത് ഒരു വിസിൽ മതി. പുഴുങ്ങി വെച്ചിട്ട് നമുക്ക് നേരെ പോകണം. അപ്പോൾ വന്നിട്ട് ഉടനെ തന്നെ നമ്മളൊന്ന് ഫ്രഷായി. ആ കൂടെ വേഗം ഞാൻ കുറച്ച് പാത്രം കഴുകി വെക്കാൻ്റെ അതെല്ലാം ചെയ്തു. എനിക്കിങ്ങനെ പണികൾ കൂടി കിടക്കണം, ഭയങ്കര വിഷമാട്ടോ. 4:30 ആകുമ്പോൾ ഞാൻ എൻ്റെ രാത്രിത്തേനുള്ള പ്രിപ്പറേഷൻ എല്ലാം തുടങ്ങും. അപ്പം വേഗം പാത്രം എല്ലാം കഴുകി വെച്ചു. മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചു. പുഴുങ്ങി വെച്ച് ഇനി വന്നിട്ട് ചായ വെക്കും. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ഇനി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരും. കുറച്ച് ഫിഷൊക്കെ മേടിക്കണം. ജോ വരുന്നുണ്ട്, നാളെ രാവിലെ എത്തും. അപ്പം ഇന്ന് ഫിഷ് കറിയൊക്കെ വെച്ച് വെക്കണം. അങ്ങനെ പിന്നെ നമ്മൾ ഇതിലേക്ക് കറങ്ങാൻ പോകുന്നതുകൊണ്ട് പിന്നെ പറ്റില്ല. അപ്പോൾ 2-3 ദിവസത്തേനുള്ള കറികളൊക്കെ വെച്ച് വെക്കണം. പറ്റിയ ബീഫ് മേടിച്ച് അതും വരട്ടി വെച്ച് ഒരു ഫിഷ് കറിയൊക്കെ വെച്ച് വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട്. അപ്പോൾ ഞങ്ങൾ പോട്ടെ. ഇനി പോയിട്ട് അവർ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം റെഡിയായെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇനി അതെല്ലാം മേടിച്ചിട്ട് നേരെ പോകും. ഫിഷ് മേടിച്ചിട്ട് വരും. പിന്നെ വന്നിട്ട് എനിക്ക് വേഗം ഫിഷൊക്കെ വെക്കണം. അങ്ങനെ അപ്പം ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ബോഡി മോയ്സ്ചറും ലിപ്പാമും ലിപ്സ്റ്റിക്കും ബാക്കി ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. സൈറ്റിൽ കയറി നോക്കിക്കോളൂ, ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് വിട്ടോളൂ കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ ഞങ്ങൾ മേടിക്കാൻ പറ്റാം. പറ്റിയ ഞാൻ അവിടുത്തെ ക്ലിപ്പുകളും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, ചേച്ചി എവിടെ നിന്നായി മൊറവും ഇതോ പനമ്പും ഒക്കെ മേടിക്കുന്നതെന്നുള്ള. ഇത് ആക്ച്വലി നടവയൽ ചീങ്ങോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളിയുടെ അടുത്തോടെ നമ്മളിങ്ങനെ പോയി കഴിയുമ്പോൾ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവരുടെ വീട്, തൊട്ടടുത്ത് തന്നെ, മെയിൻ റോഡിൽ തന്നെ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് വിടൂ, ഞാൻ ഇവരുടെ പേഴ്സണൽ നമ്പർ തരാം. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ആ വീട്ടിൽ ചെന്ന് ഓർഡർ കൊടുക്കുക, അവരുണ്ടാക്കി തരും.